عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الواحد القهار الصمد الجبار الصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ സ്നേഹിതരെ, ഈ സുന്ദരമായ സദസ്സിൽ ഹുബ്ബുൻ നബി വിശ്വാസിയുടെ രക്ഷാകവചം എന്ന വിഷയാസ്പദമായി അല്പം സംവദിക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടോ? ഹബീബിനെ നാം യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ? വാക്കുകൊണ്ട് പറയാൻ ആർക്കാ കഴിയാത്തത് പ്രവർത്തനത്തിൽ ഫലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഹബീബിനോടുള്ള നമ്മുടെ ബന്ധം? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നാം ഗൗരവത്തോടെ കേൾക്കണം. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ കാര്യങ്ങളാണ്. സ്വന്തം കാര്യങ്ങളെയാണ് അതിപ്രധാനമായി കാണുന്നത്. എന്നാൽ അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തേക്കാൾ, നിങ്ങളെക്കാൾ വലിയ സ്നേഹം, നിങ്ങളെക്കാൾ വലിയ ബന്ധം, നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം നൽകേണ്ട ആളാണ് അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമുക്ക് സാധ്യമാകണം. അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇ ഇല്ലാ നഫ്സി അല്ലതി ബൈന ജംബൈക. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെക്ക് എല്ലാത്തിനേക്കാളും പ്രിയമാണ് നബിയെ, ഇഷ്ടമാണ് നബിയെ, എൻ്റെ ശരീരമല്ലാത്ത എല്ലാത്തിനേക്കാളും, എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണെന്ന് പറഞ്ഞപ്പോൾ മദീനയുടെ മണവാളൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണെന്ന് പറഞ്ഞെന്നറിയുമോ? യാ ഉമർ ലാ തകൂന മുഅ്മിനൻ ഹഖ്ഖാ, മുഅ്മിനാട്ടില്ല ഉമറേ, താങ്കൾ മുഅ്മിനാട്ടില്ല ഉമറേ അങ്ങ് ഹബീബുന അഷ്റഫുൽ വറാ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എപ്പോഴാണ് മുഅ്മിനാവുക? ഹത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ നഫ്സി അല്ലതി ബൈന ജംബൈക, നിങ്ങളുടെ ശരീരത്തേക്കാൾ ഏറ്റവും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്നതും പ്രിയമാവുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാട്ടിൽ ഉമറേ എന്ന് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് കേട്ടപാട് അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു ആണ് സത്യം, അങ്ങന്റെ ശരീരത്തേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയമാണ് നബിയെ, ഇഷ്ടമാണ് നബിയെ, എൻ്റെ ശരീരത്തേക്കാൾ ഏറ്റവും പ്രിയമുള്ളത് അങ്ങയോടാണെന്ന് പറയേണ്ട താമസം മുത്തുനബി പറഞ്ഞു, ഉമരേ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനായിട്ടുണ്ട് ഉമറേ, ഇപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനായിട്ടുള്ളതെന്ന് പരിശുദ്ധ ഹബീബിന അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞ് ഹബീബിന്റെ ആശിഖീങ്ങളായ ഹബീബിന്റെ അനുരാഗവും സ്നേഹവും പ്രേമവും അനുരാഗവും ഇരച്ച് കയറിയിട്ട് ഹബീബിനെ ഏതെങ്കിലും രാത്രിയിൽ തനിക്ക് സ്വപ്നം കാണുന്ന ആഗ്രഹമുള്ള എത്ര സഹോദരങ്ങളാണ് മുഅ്മിനീങ്ങളെ ഉള്ളത്. എത്ര ആൾക്കാർക്ക് ഹബീബ് സ്വപ്നത്തിൽ വരുന്നത്. അർഹമുർ റഹീമായ അല്ലാഹ്
ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ ആ മനുഷ്യൻ ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അവർ ആരാ? അല്ലാഹു അനുഗ്രഹിച്ചവർ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലിനെ സ്നേഹിച്ച് ഹബീബിനെ പ്രണയിച്ച് വിജയം കൈവരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ എന്ന സ്ഥാനങ്ങളിൽ അല്ലാഹു നമ്മെ എത്തിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.